ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഒരു നല്ല സ്റ്റാഫിനുണ്ടായിരിക്കേണ്ട 5 ഡികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പലപ്പോഴും നല്ല സ്റ്റാഫ് ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഓൺട്രപ്രണേഴ്സിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്ന 5 ഡികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ 5 ഡികളിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ തന്നെ പലപ്പോഴും ഈ സ്റ്റാഫ് ചിലപ്പോൾ എഫക്റ്റീവായി എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5 എണ്ണവും വളരെ പ്രധാനമാണ്. ഏറ്റവും ആദ്യത്തെ ഡി ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അച്ചടക്കം തന്നെയാണ്. അച്ചടക്കം പലപ്പോഴും നമ്മൾ പറയുന്ന എല്ലാം കേൾക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി പലപ്പോഴും നമുക്ക് കൃത്യമായ പോളിസികൾ ഉണ്ടാകും, പ്രോസസ്സുകൾ ഉണ്ടാകും, കമ്പനിയുടേതായിട്ടുള്ള രീതികളുണ്ടാകും. ഈ രീതികളുമായി പൊരുത്തപ്പെടാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ, ഈ രീതികളെ അച്ചടക്കത്തോടുകൂടി സമീപിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ, കമ്പനി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വാല്യൂ തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അച്ചടക്കമില്ലാത്തവരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും കമ്പനിക്കും കമ്പനിയുടെ ബ്രാൻഡിനും വലിയ കോട്ടങ്ങൾ ഉണ്ടാക്കും. അത് ലോങ് ടേമിലേക്ക് കമ്പനിക്ക് വലിയ ദോഷം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനറി ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത എംപ്ലോയീസിനെ മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പലപ്പോഴും തർക്കുത്തരങ്ങൾ പറയുന്ന, തിരിച്ചു പറയുന്ന, എല്ലാത്തിനെയും ക്രിട്ടിക്കലായി കാണുന്ന, നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് പ്രദർശിപ്പിക്കുന്ന, നെഗറ്റീവായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഉള്ള, കാര്യങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളെല്ലാം ഇത്തരത്തിൽ അച്ചടക്കമില്ലാത്ത ആളുകളാണ് എന്ന് ഏകദേശം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൽ തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് റെസ്പോൺസുകൾ വരുന്നതെങ്കിൽ അവൻ്റെ അച്ചടക്കത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാം. പലപ്പോഴും ബോഡി ലാംഗ്വേജിൽ നിന്നും ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊന്ന് ഡെഡിക്കേഷനാണ്. ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് സമർപ്പണമാണ്, ആത്മസമർപ്പണം. ഏതെങ്കിലും ഒരു ജോലി കൊടുത്താൽ, ഒരു ജോബ് കൊടുത്താൽ അതിനുവേണ്ടി ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും അതിനൊരു റിസൾട്ട് ഉണ്ടാക്കി തീർക്കുന്ന പരിപാടിയാണ് ഈ പറയുന്ന ഡെഡിക്കേഷൻ. പലപ്പോഴും ഡെഡിക്കേഷനുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ അസറ്റ് തന്നെയാണ്. അത്തരത്തിലുള്ള എംപ്ലോയീസ് യാതൊരു സംശയവുമില്ല ഓരോ നിമിഷവും ആ ഓർഗനൈസേഷനിൽ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഡെഡിക്കേഷനുള്ള ആളുകളാണോ എന്നറിയാനായിട്ട് പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചെറിയ അസൈൻമെൻറ്റുകളും മറ്റും കൊടുക്കാറുണ്ട്. ഈ അസൈൻമെൻറ്റുകൾ കൊടുക്കുമ്പോൾ അവരെത്രമാത്രം ഇൻവോൾവ് ചെയ്ത്, എത്രമാത്രം സ്ട്രെച്ച് ചെയ്താണ് ആ അസൈൻമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആ അസൈൻമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഇതിൽ നിന്ന് നമുക്ക് ഡെഡിക്കേഷൻ ഏകദേശമൊക്കെ ഊഹിച്ചെടുക്കാം. മാത്രമല്ല കൃത്യമായിട്ടുള്ള KRIസും KPIസും ഒക്കെ വെച്ചുകൊണ്ട് കൃത്യമായ ഒബ്സർവേഷനിലൂടെ പോയാൽ ഒരു സ്റ്റാഫിൻ്റെ, റണ്ണിങ് ആയിട്ടുള്ളൊരു സ്റ്റാഫിൻ്റെ കൃത്യമായ ഡെഡിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ഡി ഡിപ്പെൻഡബിലിറ്റിയാണ്. ഡിപ്പെൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം വേണ്ട ഗുണങ്ങളിലൊന്നാണ്. ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു എമർജൻസി വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് ആരെയാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഡിപ്പെൻഡബിൾ ആണോ? നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഡിപ്പെൻഡബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ഓഫീസർ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ജോലിക്ക് ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ ആയിരിക്കും. പല ആളുകളും ഇതിനെ കാണുന്നത് അയ്യോ എനിക്ക് വീണ്ടും പണി കിട്ടിയല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ എനിക്ക് ആ പണി കിട്ടി എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ അതിനെ എടുത്താൽ വീണ്ടും നിങ്ങൾക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങളെ അത് പ്രൊമോട്ട് ചെയ്യും, നിങ്ങളെ ഗ്രോ ചെയ്യിപ്പിക്കും. ഒരുപക്ഷെ ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യും. അടുത്തത് ഡിലിജൻസ് ആണ്. ഡിലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഐ ഫോർ ഡീറ്റെയിൽ ആണ്. വളരെ സ്പെസിഫിക്കായി, പെർഫെക്ഷനോടുകൂടി, കൃത്യമായി, ക്വാളിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പ്രോ ആക്റ്റീവായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഈ ഡിലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യവും വിടാതെ കൃത്യമായിട്ടുള്ള പ്രോസസ്സിൽ, കൃത്യമായിട്ടുള്ള സിസ്റ്റത്തിൽ, മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള പോയിന്റുകൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അവർ ഓട്ടോമാറ്റിക്കലി ഡിറ്റർമിൻഡ് ആയിരിക്കും, അവർ ഓട്ടോമാറ്റിക്കലി ഡിപ്പെൻഡബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഡിലിജൻസ് ഉള്ള ആളുകൾക്ക് മിക്കവാറും മറ്റുള്ള ഡികൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ആൻഡ് അവസാനത്തെ ഡി എന്ന് പറയുന്നത് ഡ്രൈവാണ്. ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു സെൽഫ് മോട്ടിവേഷനാണ്. എപ്പോഴാണോ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ കരിയറിലുമൊക്കെ ശക്തമായ ഉയർച്ചകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഉയർച്ചകൾ ഉണ്ടാകാനായിട്ട് നമ്മൾ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയും എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഇത്തരത്തിലുള്ള ഡ്രൈവുകൾ ഉണ്ടാക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇത്തരത്തിൽ ഡ്രൈവ്
ഡ്രൈവ് ഇല്ലാത്ത എംപ്ലോയീസിനെയാണ് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ അവർ ആദ്യമുള്ള അവരുടെ നോളജ് വെച്ച് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവർ അപ്ഡേഷന് താല്പര്യപ്പെടുന്നവരായിരിക്കില്ല. പുതിയ ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ അവർ റെസിസ്റ്റൻസ് കാണിക്കുന്നവരായിരിക്കും. അപ്പോൾ പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുക. പുതിയ കാര്യങ്ങളിലേക്ക് മാറാനും ചേഞ്ച് ചെയ്യാനും പുതിയ ടെക്നോളജികൾ മനസ്സിലാക്കാനും ഇഷ്ടപ്പെടുന്നവരെ റിക്രൂട്ട് ചെയ്യുക. ഈ ഡ്രൈവുള്ള ആളുകളാണോ എന്നുള്ളത് അവരുടെ കരിയർ ഗ്രാഫ്, മുൻപുണ്ടായിരുന്ന കരിയർ ഗ്രാഫ് കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാം. കാരണം അവരൊരു ജോലിയിൽ നിന്ന് കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ജോലിയിലേക്കാണോ വന്നിട്ടുള്ളത്, അവരുടെ കരിയർ ഗ്രാഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള അവരുടെ പെർഫോമൻസിൽ ഈ ഗ്രോത്ത് വളരെയധികം വിസിബിൾ ആണോ, ഇത്തരത്തിൽ നോക്കിയാൽ നമുക്ക് അവരുടെ ഡ്രൈവ് ഏകദേശമൊക്കെ മനസ്സിലാക്കാം. മാത്രമല്ല ഡ്രൈവ് ഉള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജും വളരെ പോസിറ്റീവും വളരെ എനർജറ്റിക്കുമായിരിക്കും എന്നുള്ളതും സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5 ഡികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റാഫിനും ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഗുണഗണങ്ങൾ തന്നെയാണ് ഇവ. ഓൾ ദ ബെസ്റ്റ്.